ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ റിട്ടയേർഡ് ജില്ലാ ജഡ്ജും രാഷ്ട്രീയ സ്വയംസേവക സംഘം കരുനാഗപ്പള്ളി ഖണ്ഡ് സംഘചാലകുമായ എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു. സൺ ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് കേണൽ എസ് ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന്റെ നാൾവഴികൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ റിട്ടയർഡ് ജഡ്ജിയും രാഷ്ട്രീയ സ്വയംസേവക സംഘം കരുനാഗപ്പള്ളി ഖണ്ഡ് സംഘചാലകുമായ എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു. സേവ് ഗാസ എന്ന് നിലവിളിച്ചവർ ബംഗ്ലാദേശ് വിഷയത്തിൽ മൗനം തുടരുകയാണെന്നും ഹൈന്ദവ വേട്ടയ്ക്കെതിരെ നാം ബോധവാന്മാരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ സഹോദരി സഹോദരന്മാര് സംഘം കാണുന്ന ആ വലിയ വിശാലമായ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഭാഗങ്ങള് നമ്മുടെ അന്നത്തെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഭരണാധികാരികളുടെ പിടിപ്പുകേട് മൂലം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്നും കാഫറുകളുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും 1906 ഢാക്ക എന്ന സ്ഥലത്ത് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ നേതാവ് ജിന്ന, അങ്ങനെ മുസ്ലിങ്ങൾ നേതാക്കന്മാരെല്ലാം കൂടെ തന്നെ അവർക്ക് പ്രത്യേക രാഷ്ട്രം വേണം, ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കലാപങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊല ചെയ്ത് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി നമുക്കെതിരെ പ്രവർത്തിച്ചപ്പോഴേ അന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തെ വെട്ടിമുറിച്ച് ഇതെന്നേക്കുമായി മാറ്റുന്നതിന് വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശും രൂപീകരിച്ച് നമ്മുടെ സഹോദരന്മാരെ ആ ഭാഗത്തേക്ക് മാറ്റിയതാണ്. ബംഗ്ലാദേശ് സൈന്യം ന്യൂനപക്ഷ വേട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതായും ജമാഅത്തെ അടക്കമുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ ആസൂത്രിത നീക്കം നടത്തിയതായും മുഖ്യപ്രഭാഷണം നടത്തവേ കേണൽ എസ് ഡിന്നി പറഞ്ഞു. 2 ലക്ഷത്തിലും 4 ലക്ഷത്തിലും ഇടയ്ക്കുള്ള സ്ത്രീകളെയാണ് അവിടെ ദ്രോഹിച്ചിട്ടുള്ളത്. ആ വാക്ക് പോലും പറയാൻ ഞാൻ തയ്യാറല്ല. ദ്രോഹിച്ചിട്ടുള്ളത് അതിന്റെ സാക്ഷി നമ്മളെ സൈന്യം 1971 എന്റെ ബറ്റാലിയൻ പോലും പോയിട്ടുണ്ട്. അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരതയാണ് അവിടെ പാകിസ്ഥാൻ സൈന്യം കാണിച്ചിട്ടുള്ളത്. അത് ആ മുറിവ് ഉണങ്ങാൻ വർഷങ്ങളോളം. പക്ഷെ അവിടെയും ഈ ആളുകളെ ചൂണ്ടിക്കാണിക്കാനും ഈ ആളുകളുടെ ഈ അതിക്രമം കാണിക്കാൻ ഏറ്റവും മുൻപന്തിൽ നിന്നത് ഇതേ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശായിരുന്നു. തുടർന്ന് സെമിനാറിൽ പങ്കെടുത്തവരും വിഷയത്തിൽ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി. മുൻ ദേവസ്വം കമ്മീഷണർ റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി എം ഹർഷകുമാർ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊല്ലം ഗ്രാമജില്ലാ കാര്യവാഹ് ജി ജയറാം, ജില്ലാ സഹകാര്യവാഹ് എ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കൊല്ലം.